ചേട്ടാ, ഇന്ന് ജൂലൈ 5. നേരത്തെ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ലോകമൊന്നും അവസാനിച്ചിട്ടില്ല. ജപ്പാൻ അവിടെ തന്നെയുണ്ട്. പക്ഷേ അമേരിക്കയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. എന്തായാലും ജപ്പനീസ് ലേഡി വാങ്ക എന്നറിയപ്പെടുന്ന റയോ തൽസുഗിയുടെ പ്രവചനങ്ങൾ പിഴച്ചു എന്ന് ഈ അവസരത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം ജപ്പാനിൽ ഇപ്പോഴും ഭൂകമ്പ സാധ്യതാ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ ദ്വീപുകളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ജൂൺ 20 മുതൽ അവർ ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിൽ മാസത്തിൽ അവർ വലിയ മുന്നറിയിപ്പാണ് കൊടുത്തത്. കഴിഞ്ഞ അടുത്ത ഒരു 3-4 മാസത്തിനുള്ളിൽ വലിയ തരത്തിലുള്ള പസഫിക് തീരത്തോട് ചേർന്ന് വലിയ തരത്തിലുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് 3 ലക്ഷം പേര് അതിൽ പെട്ടുപോകുമെന്ന് അവർ പറഞ്ഞതാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 23 ഭൂകമ്പത്തിൻ്റെ കണക്കാണ്. 183 വട്ടം അവിടെ ഭൂമി കുലുങ്ങി. പിന്നെ ജൂൺ 26-ഉം 27-ഉം ഇടയിലായിട്ട് 15-16, ജൂൺ 26-ന് 15, 27-ന് 16, ജൂൺ 29-ന് 98, ജൂൺ 30-ന് 62. ഇത്രയധികം ഭൂകമ്പം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു ആ മേഖല ഭൂചലനം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്, സ്ഥിരമായി ഉണ്ടാകുന്നതാണ്. ഇത് ചരിത്രം, ജപ്പാൻ്റെ ചരിത്രം ആരെടുത്ത് പഠിച്ചു നോക്കിയാലും അവിടെ ഭൂചലനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അത് അതിൻ്റെ ഒരു ആ ഭൂമിയുടെ പ്രത്യേകതയാണ്. റിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു മേഖലയാണത്, സ്ഥിരം ഭൂകമ്പ മേഖലയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മേഖലയിൽ സ്ഥിരമായി ഈ സംഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ പുസ്തകം ഇറങ്ങുന്നത്, ദ ഫ്യൂച്ചർ ഈസ് ഓഫ്. പക്ഷേ ഇപ്പം ഉണ്ടായിരിക്കുന്ന അവിടെ വന്നിരിക്കുന്ന ഒരു വലിയ വിവാദം, ഇന്ന് രാവിലെ മുതൽ വന്നിരിക്കുന്നത്, ഈ പുസ്തകം എഴുതിയ ശേഷം ഡേറ്റ് തിരുത്തുകയാണെന്നാണ്. അതായത് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ, ബുക്കിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക, അതിനുശേഷം ഡേറ്റ്, പഴയൊരു ഡേറ്റ് എടുത്തിടുക. ഇത് ഈ ബുക്ക് ചിലവാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ നേരത്തെ ചെയ്യുന്ന, പബ്ലിസിറ്റിക്ക് വേണ്ടി നേരത്തെ ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. അത് പല ഈ പ്രിൻറ്റിംഗ് യൂണിറ്റുകളും തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്, ചെയ്യുന്നൊരു പരിപാടിയാണ്. നേരത്തെ ഭാവിയിൽ സംഭവിക്കാവുന്ന കുറേ കാര്യങ്ങൾ ഒരു സാധനത്തിൽ കയറ്റുക, അത് സംഭവിച്ച് കഴിഞ്ഞ ശേഷം കയറ്റി വെക്കുക, അതിനുശേഷം അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിൽ പഴയ ഡേറ്റ് എഴുതി കയറ്റുന്ന ഒരു പരിപാടി. അതവിടെ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പേരിൽ അവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് അവിടെ വരുന്ന ഒരു കാര്യം, അവർക്ക് സ്ഥലത്തിൻ്റെ കാര്യത്തിൽ മാറ്റം വന്നു. സ്ഥലമാണ് അവർക്ക് മാറിപ്പോയത്. അവർ പറഞ്ഞത് ഈ ടെക്സസിനെ കുറിച്ചാണ് അവർ പറഞ്ഞത് എന്നാണ് പിന്നെ രണ്ടാമത് വന്നിരിക്കുന്ന ഒരു ആരോപണം. ടെക്സസിൽ വലിയ പ്രളയം ഉണ്ടായിരിക്കുകയാണ്. അവിടെ പ്രളയമുണ്ടായിട്ട് 24 പേരുടെ ബോഡി ഇതുവരെ കിട്ടി. 23 പെൺകുട്ടികളെ അവിടെ നിന്നും കാണാതായിട്ടുണ്ട്. അവിടെ ഒരു സമ്മർ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. ഗോഡാലൂപ്പെ നദിയുടെ തീരത്താണ് ഈ സമ്മർ ക്യാമ്പ് അവിടെ സംഘടിപ്പിച്ചത്. ആ നദിയോട് ചേർന്ന് 25 സെൻറ്റിമീറ്റർ മഴ അധികമായി ലഭിച്ചു. അതിനെ തുടർന്ന് 45 മിനിറ്റ് കൊണ്ട് 26 അടി വെള്ളം ഈ നദിയിൽ ഉയർന്നു. ഈ നദിയുടെ തീരത്ത് കിടന്ന ക്യാമ്പ് മൊത്തത്തിൽ ഒഴുകിപ്പോയി. ഒരുപാട് പേരെ കാണാനില്ല. 80,000-ഓളം പേരെ ഈ ദുരിതം നേരിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നതാണ് ഔദ്യോഗികമായി വരുന്ന റിപ്പോർട്ട്. ഇനി മരണസംഖ്യ എത്ര ഉയരുമെന്ന് ഇതുവരെ ഒരു കണക്കുമില്ല. പെട്ടെന്നാണ് ഈ പറയുന്ന നദിയിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും അത്രയധികം മഴ അവിടെ പെയ്യുന്നത്. ശരിക്കും ഈ പറയുന്ന റയോ തസുഗി പറയേണ്ടത് അമേരിക്കയെക്കുറിച്ചായിരുന്നു. എങ്കിൽ ആധികാരികത, ഭാവി പ്രവചനത്തിന് ഒരു ആധികാരികത ഉണ്ടായിരുന്നു. ഇന്നലെ ഏതാണ്ട് വൈകിട്ടങ്ങാനും പ്രവചിച്ചാൽ മതിയായിരുന്നു. ഇതുപോലെ അമേരിക്കയിൽ ഒരു പ്രളയം ഉണ്ടാകും, US പ്രളയം ഉണ്ടാകും എന്ന് ഇന്നലെ വൈകിട്ട് റയോ തസുഗി പറഞ്ഞിരുന്നെങ്കിൽ അത് ഏകദേശമൊക്കെ കറക്റ്റായേനെ. ഇവിടെ പലരും ഇന്നലെ വൈകിട്ട് പോലെ പ്രവചിക്കുന്നുണ്ട്. അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. റയോ തസുഗിയേക്കാൾ വലിയ പ്രവചനമാണ് നമ്മുടെ നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ നോക്ക്, സോഷ്യൽ മീഡിയ മുഴുവൻ കമൻസാണ്. അമേരിക്കയെ ഇനി ആര് കാക്കുമെന്ന് നോക്കിക്കോണമെന്നൊക്കെയാണ് കമൻറ്റ് പറയുന്നത്. റയോ തസുഗി ഏതായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെ കണ്ട് പഠിക്കണം. നമ്മുടെ നാട്ടുകാരെന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് റയോ തസുഗി ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഇതൊരു വലിയ വിജയമായി മാറും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ വളരെ ഇത് ശരിക്കും തമാശ രൂപേണയാണ് പലരും എഴുതുന്നെങ്കിലും ഇന്നലെ ഉച്ച മുതൽ ഈ പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പോസ്റ്റുകൾ വന്നു. റയോ തസുഗി എഴുതിയതിനേക്കാൾ വലിയ ഭീമാകാരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ എഴുതി വെച്ചത്. അത് ശരിയാവുകയും ചെയ്തു. ഇന്ന്
കാര്യം ഇന്നായപ്പോഴത്തേക്ക് ഇന്ത്യൻ ടൈം ഇത്രയും ആയപ്പോഴത്തേക്ക് അവിടെ 23 മരണം സ്ഥിരീകരിച്ചു, 24 മരണം സ്ഥിരീകരിച്ചു, 23 വരെ കാണാനില്ല. ഇത്രയത് 80,000 പേരെ ബാധിച്ചു, കെട്ടിടങ്ങൾ ഒഴുകിപ്പോയി. ഇപ്പോഴും അവിടെ ഈ പറയുന്ന രക്ഷാദൗത്യം വലിയ രീതിയിൽ ഹെലികോപ്റ്ററും ഡ്രോണും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും സ്ത്രീകളും അടങ്ങിയ വലിയ ക്യാമ്പാണ് അവിടെ നടന്നത്. ആ ക്യാമ്പ് മൊത്തത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. അതിൽ എത്ര പേരെ രക്ഷിക്കാൻ പറ്റി, എത്ര പേരെ മരണപ്പെട്ടു, അല്ലെങ്കിൽ എത്ര പേരെ കാണാതായിട്ടുണ്ടെന്ന് സംബന്ധിച്ച് ഇപ്പോഴും അവരുടെ കയ്യിൽ ഒരു കണക്ക് കിട്ടുന്നില്ല. അത്ര വലിയ പ്രശ്നമാണ് നേരിടുന്നത്. അവിടെ ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന് എങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അവരവിടെ ക്യാമ്പ് അനുവദിക്കില്ലല്ലോ. ഇല്ല, അവരോട് ഒരിക്കലും ആ നദീക്കരയിൽ കൊണ്ടുവന്നൊരു ക്യാമ്പ് നടത്താൻ അവരനുവദിക്കില്ല. മിന്നൽ പ്രളയമാണ് ഉണ്ടായത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് നദിയിൽ വെള്ളം ഉയർന്നു. 45 മിനിറ്റ് കൊണ്ട് 26 അടി ഒരു നദിയിൽ വെള്ളം ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അതിലാണ് നമ്മുടെ കേരളത്തിലെ റയോത്ത് തത്സുഗിമാർ വളരെ വിദഗ്ധരാണ് എന്ന് പറയുന്നത്. വളരെ കൃത്യമായ ഒരു കാര്യങ്ങൾ പഠിച്ചു പറയുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച്. പക്ഷേ നമ്മൾ ഇവരുടെ ഈ പ്രവചനം കൊണ്ട് ഒരു രാജ്യത്തിനുണ്ടായിട്ടുള്ള നഷ്ടം, ഒരു രാജ്യത്തിനല്ല 3 രാജ്യങ്ങൾക്ക്, ഫിലിപ്പൈൻസിന്, ചൈനയ്ക്ക്, ജപ്പാനും, 3 രാജ്യങ്ങളിലേക്കുള്ള ഈ ടൂർ പാക്കേജുകൾ മൊത്തത്തിൽ ക്യാൻസലായിപ്പോയി. മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഹോട്ടൽ ബുക്കിങ്ങുകൾ, ബുക്ക് ചെയ്തിരിക്കുന്ന ഫുഡ് എല്ലാം തന്നെ ക്യാൻസലായി. ജപ്പാൻ്റെ കണക്കനുസരിച്ച് മാത്രം 3.9 ബില്യൻ്റെ നഷ്ടമാണ് അവർക്ക് 3 ദിവസം മുമ്പ് വരെ സംഭവിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള നഷ്ടം അവർ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ഒരു സ്ത്രീ അവരുടെ പേനത്തുമ്പ് കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു. വലിയ രീതിയിൽ അവരെ പിന്നോട്ടടിച്ചു. അവരുടെ ടൂറിസം മേഖലയെ ആകെ തകർത്ത് കളഞ്ഞു. ഈ ടൂറിസം മേഖലയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് ഈ സൈക്കിൾ കറക്റ്റായി വരണമെങ്കിൽ പിന്നീട് ടൈം എടുക്കും, നല്ല ടൈം എടുത്താലേ അവർക്ക് പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ കാശ്മീരിൽ ഈ പറയുന്ന വെടിവെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം കാശ്മീരിലേക്കുള്ള ടൂർ പാക്കേജുകൾ ഭൂരിഭാഗവും ക്യാൻസലായി. അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ക്യാൻസലായി. അവിടെ ഇന്ത്യൻ ഗവൺമെൻറ് പഠിച്ചു പറഞ്ഞൊരു കാര്യം, വിദഗ്ധരായിട്ടുള്ളവർ പഠിച്ചു പറഞ്ഞൊരു കാര്യം, ഇത് ഇനി വരണമെങ്കിൽ, ഇത് കറക്റ്റായി വരണമെങ്കിൽ കുറഞ്ഞത് 1 വർഷം എടുക്കും, അത്രയെങ്കിലും ടൈം എടുക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഇത് ഇവരുടെ പ്രവചനം പാളി എന്ന് പറയുമ്പോഴും ഒരു രാജ്യത്ത് 2 ആഴ്ചക്കിടെ 1000-ഓളം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു രാജ്യത്ത് ആരെങ്കിലും ടൂർ പോകാൻ തയ്യാറാവുമോ? അങ്ങനെ തയ്യാറാവില്ല ആരും. അത് ഇവരുടെ പ്രവചനം കൊണ്ട് മാത്രമല്ല, അവരുടെ ഒരു മേഖല മൊത്തത്തിൽ ബാധിക്കുന്നു. അവിടുത്തെ ദ്വീപുകളിൽ വലിയ ഭൂചലനം ഉണ്ടാകുന്നു. അവിടുന്ന് വരുന്ന എക്സിലുള്ള പോസ്റ്റുകൾ പലതും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവിടെ ചിലരൊക്കെ ഈ ടൈമിൻ്റെ ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ടൈം വെച്ചിട്ട് ഈ പറയുന്ന എർത്ത് കുറിച്ച് പറയുന്നുണ്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു മലയാളി ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് കണ്ടു. അദ്ദേഹം ജപ്പാനിലാണ്. ഞാൻ പറയുന്നത് ഇത്രയും നേരമായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ റയോത്ത് തത്സുഗിയുടെ പ്രവചനം അത് പാളിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് കുറച്ച് മുമ്പേ ഇട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു അരമണിക്കൂറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മലയാളി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പോലും ഇതൊരു വലിയ പ്രശ്നബാധിത മേഖലയാണ്. എപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ സുനാമിയെക്കുറിച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്ക്, എല്ലാ വീഡിയോസും കൂടുതലും വരുന്നത് ജപ്പാനിലേക്ക് പോകും. നമ്മളെ നേരെ യൂട്യൂബ് കൊണ്ടുപോകുന്ന ജപ്പാനിലേക്കാണ്. അവിടെ നിന്നുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ ഗൂഗിൾ നമ്മളെ കൂടുതലും കൊണ്ടുപോകുന്ന ജപ്പാനിലുള്ള സംഭവങ്ങളെക്കുറിച്ചാണ്. നമ്മൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കൂടുതലും വരുന്ന ആ ഒരു മേഖലയിലേക്കുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തേക്ക് ആളുകൾ പോകാൻ മടിക്കും. അതിപ്പോഴെങ്ങുമല്ല, ഇപ്പോൾ ഒരു കുറച്ച് കാലം മുമ്പ് എന്തുകൊണ്ടെന്നല്ല, ചില രാജ്യങ്ങൾ അവരുടെ സ്ഥലത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കും. അതിലൊന്നാണ് ശ്രീലങ്ക പൂർണ്ണമായും അവരുടെ പ്രശ്നങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ചില ആഫ്രിക്കൻ കൺട്രീസ്, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവർ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യും, സ്വന്തം രാജ്യത്തെ ടൂറിസം പ്രൊമോട്ട് ചെയ്യും. പക്ഷേ ജപ്പാൻ നേരെ തിരിച്ചാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് അവർ നേരത്തെ തന്നെ കൃത്യമായി പറയും. മാത്രമല്ല, അവിടെ ഉണ്ടാകുന്ന ഭൂകമ്പം പോലെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യും. അത് വേൾഡ് മീഡിയ അതുപോലെ എടുക്കും. സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോകാൻ ആളുകൾ മടിക്കും. പിന്നെ ഇവരുടെ പ്രവചനം
ഇത് ചെയ്തിട്ടില്ല എന്നല്ല, അതും ബാധിച്ചിട്ടുണ്ട്, അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇവർ സുനാമി അവർ പ്രഡിക്റ്റ് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ കോവിഡ് അത് സംഭവിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ വേൾഡ് മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ടൈം മാറ്റി എഴുതുകയാണ്. സമയം മാറ്റി ഒരു സംഭവം ഉണ്ടായ ശേഷം അതിന് മുമ്പേ കാലത്തെ ഞാൻ എഴുതിയ പുസ്തകമാണ്, ഞാൻ പുസ്തകത്തിൽ ഇത് എഴുതിയിരുന്നു എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുക. ഇത് നമ്മുടെ നാട്ടിലെ ചില ബിരുദന്മാർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വലിയ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കും, അതിലെ ടൈം ഇവർ എഡിറ്റ് ചെയ്ത് കയറ്റും. ചിലപ്പോൾ ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പായിരിക്കും. പലപ്പോഴും അത് ഇവർ ചെയ്യുന്നത് ഇലക്ഷൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ്. ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് അത് കൃത്യമായി പ്രവചിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഉള്ള ഡേറ്റ് ഇട്ടിട്ട് ആളുടെ പേരും ഒരു സ്ക്രീൻഷോട്ടും പ്രചരിക്കും. ഇല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കയറ്റും പറ്റും. പോസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് ഇടുമ്പോഴത്തേക്ക് ആളുകൾ വിശ്വസിക്കും, ഭൂരിഭാഗം പേരും വിശ്വസിക്കും. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ കാര്യമായി എടുക്കില്ല. ഏതായാലും പ്രവചനം പാളി എന്ന് തന്നെ പറയാം. പക്ഷെ അമേരിക്കയിൽ സംഭവിച്ചു. അത് നമ്മുടെ കേരളത്തിലുള്ള അറിയാത്ത സ്ത്രീമാർ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ, ഞാൻ വേണമെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ നിറയെ അതാണ്. ട്രോൾ പേജുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്ക് ശേഷമുള്ള ട്രോൾ പേജുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രോളന്മാർ ഇഷ്ടം പോലെ അവർ പ്രവചിച്ച് കഴിഞ്ഞു. അമേരിക്കയിൽ ഒരു വലിയ അപകടം സംഭവിക്കുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. തമാശയ്ക്കാണ് പറഞ്ഞെങ്കിലും അറം പറ്റിപ്പോയി. കാര്യങ്ങൾ എന്താ പറയുക, അവരുടെ എഴുത്ത് അറം പറ്റിപ്പോയി. വലിയ ഭീകരമായിട്ടുള്ള ദുരന്തമാണ് സംഭവിച്ചത്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക്, ഇപ്പോൾ നമ്മുടെ രാജ്യത്താണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്കത് വലിയ വാർത്തയാണ്. മറ്റൊരു രാജ്യത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യാറില്ല. എനിക്ക് അറൗണ്ട് ഒരു 100 വരെയെങ്കിലും ഈ മരണസംഖ്യ ഉയർന്നു പോകാനുള്ള സാധ്യത അവിടെയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ 750ഓളം പേര് ആ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. ആ ക്യാമ്പിനെയാണ് ഒലിപ്പിച്ച് കൊണ്ടുപോയിരുന്നത്, വലിച്ചിഴച്ച് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മരണസംഖ്യ ഉയരുമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ ദുരന്തത്തെ എന്തായാലും ആ വലിയ ദുരന്തം ഇവർ പറഞ്ഞത് ഇനിയിപ്പോൾ എനിക്കറിയില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന വിവാദം ഇവർ അങ്ങനെ പറഞ്ഞു എന്നാണ്, എനിക്ക് സ്ഥലം മാറിപ്പോയതാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. പിന്നെ ഞാൻ എഴുതിയത് 2050 സംഭവിക്കുമെന്നാണ് എന്ന് പറഞ്ഞ് പലരും അത് ഉണ്ടാക്കി വിടുകയാണ്. അവരതിനെക്കുറിച്ച് പറഞ്ഞു എന്നറിയില്ല. ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് മലയാളികളാണ് തീർച്ചയായും. ജപ്പാനിൽ ഇതിന് വലിയ കോളുകളൊക്കെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും അവർ ഈ ഭൂകമ്പമൊക്കെ ഇഷ്ടംപോലെ കണ്ടവരല്ലേ, അവർക്ക് ഇതൊക്കെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഭൂമി കുലുങ്ങുന്നതൊക്കെ അവർക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എപ്പോൾ ഭൂമി കുലുങ്ങിയാലും ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വല്ല കുഴപ്പമുണ്ടാവും. കുറച്ച് നേരമൊക്കെ ആദ്യത്തെ ഒരു 2-3 തവണയൊക്കെ നമ്മൾക്ക് ഭയമുണ്ടാകും. പിന്നെ അതങ്ങ് ശീലമാവും, ഓട്ടോമാറ്റിക്കലി അതിന് ശീലമാവും. ആദ്യം ഒരു പ്രളയം വന്നപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ, പിന്നീട് പ്രളയമൊക്കെ ഇവിടെ വരും. പ്രളയം വരും പോകും. ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ വന്ന് കയറും വെള്ളം. ഇപ്പോൾ ഒന്നും പലരും വീട്ടിൽ നിന്ന് പോലും മാറി താമസിക്കാൻ തയ്യാറില്ല. പലരും ഈ 2018 പ്രളയത്തിന് ശേഷം മുകളിൽ ഒരു നില കൂടി പണിഞ്ഞിട്ട് അവിടെ സൗകര്യങ്ങളുണ്ടാക്കി. പിന്നെ പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ മുകളിലേക്ക് കയറ്റുന്ന രീതിയിലാണ് അതിൻ്റെ പടിക്കെട്ടുകളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മളതിനോട് ശീലിച്ചു കഴിഞ്ഞു, അവരും അതിനോട് ശീലിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമുള്ള ഈ റയോ തസുഗിക്ക് 70 വയസ്സുണ്ട്. അവരുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും 70 വയസ്സ് പറയില്ല. 35-40 വയസ്സുള്ള അതെ, റയോ തസുഗി 70 വയസ്സാണ് എന്ന് അത് മാത്രമാണ് നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത്. 2050 ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവർ ജീവിച്ചിരിക്കട്ടെ. അതെ, തീർച്ചയായും. എന്തായാലും നോക്കാം. കേരളത്തിലെ ട്രോളന്മാരെല്ലാവരും കൂടെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിക്കോളൂ. ശരി.